ഹായ് അസ്സലാമലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു പെരുന്നാൾ വ്ളോഗാണ്. അപ്പോൾ രാവിലെ 4:30ക്ക് എണീച്ചിട്ട് ചായക്ക് വെള്ളം വെച്ച ആദ്യം. പിന്നെ കടിയായിട്ട് ഉണ്ടാക്കണ നൂഡിൽസ് പോളയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ ചിക്കൻ വേവിച്ചാൻ വെച്ചു. ഉപ്പും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ട് വേവിച്ചാൻ വെച്ചു. അതിലേക്ക് മസാലയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ചട്ടി ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കറിവേപ്പിലയും പിന്നെ ഉള്ളി ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് വാട്ടിയെടുക്കുന്നുണ്ട്. ഉള്ളിയൊക്കെ വാടി വന്നതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടെടുക്കുക. എന്നിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം പിന്നെ അതിലേക്ക് മുളകും പിന്നെ തക്കാളിയൊക്കെ ഇട്ടെടുത്ത് നന്നായി ഇളക്കിയിട്ടൊന്ന് വാട്ടിയെടുക്കാം. അത് നല്ല വാടി വന്ന് കുത്തിയടിച്ചതിന് ശേഷം പിന്നെ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ഇട്ടിട്ട് ഇളക്കിയിട്ട് അതിന് പച്ചമണം മാറിയതിന് ശേഷം നമുക്ക് മാഗി ക്യൂബ് ഇട്ടെടുക്കാം. എന്നിട്ട് പിന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എങ്ങനെ വെച്ചാൽ ഉണ്ടാക്കുന്നത് വെച്ചാൽ അതിനനുസരിച്ച് നൂഡിൽസ് എടുക്കുക. പിന്നെ എനിക്ക് ആവശ്യത്തിനുള്ള നൂഡിൽസ് എടുത്തൊന്ന് വേവിച്ചാൻ വെച്ചു. ആ ടൈമിൽ ഞാൻ അതിലേക്കുള്ള ഉണ്ടാക്കുകയാണ്. അപ്പോൾ 5 മുട്ടയാണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത്. 5 മുട്ടയും പിന്നെ നമ്മൾ നൂഡിൽസിൻ്റെ മസാല ഉണ്ടല്ലോ, ആ മസാല ഇട്ടെടുത്തിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ വേവിച്ച് വെച്ച നൂഡിൽസ്ക്ക് നമ്മളെ മസാലയും പിന്നെ അടിച്ച് വെച്ച മുട്ടയും പിന്നെ നമ്മൾ ചിക്കൻ വേവിച്ചതൊന്ന് മിക്സിയിലിട്ട് കറക്കിയതും ഇത്തിരിയും ചപ്പിട്ടെടുത്ത് നന്നായി കുഴച്ചെടുക്കാം. ആ ടൈമിൽ ഞാൻ ചായയുടെയൊക്കെ നടക്കുന്നുണ്ട് ഇടയിൽ. പിന്നെ കുഴച്ചതിന് ശേഷം ഒരു ബ്രൈഫാൻ്റെ ചട്ടിയാണ് എടുത്തത്. കുക്കറിലും ഉണ്ടാക്കാം. അങ്ങനെ സൈഡിലൊക്കെ എണ്ണ തേച്ചെടുക്കാം, അങ്ങനെ അടിയൊന്നും കരിയാതിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പിന്നെ കുറഞ്ഞ തീയിലിട്ടിട്ട് വേവിച്ചെടുക്കുക. ഒരു 20-30 മിനിറ്റൊക്കെ വേവിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, തീ കുറച്ച് വെച്ചിട്ട്. ഞാൻ ടൈമൊന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല തിരക്കിൻ്റെ ഇടയിൽ. ഞാൻ മൂടി വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. അതായത് എന്തെങ്കിലും കയ്യിലോ സ്പൂണോ അല്ലെങ്കിൽ ഇർക്കിലായിട്ട് കുത്തി നോക്കുക. അപ്പോൾ ഇങ്ങനെ ഒന്നും ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ വെന്തെന്നാണ് അർത്ഥം. അതാ പിന്നെ നമ്മൾ ഈ മസാല കഴിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് ടൈം കൂടി ഇട്ടിട്ട് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ പിന്നെ അതായതിൻ്റെ ശേഷം ഞാൻ മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മസാല ഒക്കെ കൂട്ടി അടുപ്പത്ത് വെച്ച്. പിന്നെ ആ ടൈമിൽ ഞാൻ പിന്നെ ചിക്കൻ പൊരിച്ചാൻ വേണ്ടിയിട്ട് ചിക്കനും മസാല ഒക്കെ കൂട്ടി വെക്കുന്നുണ്ട്. എന്നിട്ട് അതൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് പിന്നെ ഞാൻ മുറ്റടിച്ച് വരാൻ പോയി. അങ്ങനെ വേഗം മുറ്റടിയൊക്കെ കഴിഞ്ഞ് നോക്കിയപ്പോൾ മുറ്റത്തൊക്കെ ഒരു മുല്ലപ്പൂ വിരിഞ്ഞിരിക്കണം. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി. പിന്നെ ചോറ്റിന് വെള്ളം വെച്ച് അങ്ങനെ ചോറൊക്കെ അടുപ്പത്ത് വെച്ചതിന് ശേഷം പിന്നെ അടിച്ചൊരു തുടക്കം നിന്ന് മേലെയും താഴേക്ക് ഒന്ന് അടിച്ചൊരു തുടക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പോയി. അങ്ങനെ അടിച്ചൊരു തൊടി ഇതൊക്കെ വേഗം കഴിഞ്ഞു. പെരുന്നാളാകുമ്പോൾ പെരുംചതി തിരക്കാവുമല്ലോ, എന്തൊക്കെ ചെയ്യണമെന്ന് യാതൊരു പിടുത്തം ഉണ്ടാവില്ലല്ലോ. തുടക്കം കഴിഞ്ഞ് ചവിട്ടിയൊക്കെ ഇട്ടെടുത്തതിന് ശേഷം അപ്പോൾ ചോറൊക്കെ വെന്ത് പിന്നെ അങ്ങനെ ഇറച്ചി വെന്തതിന് ശേഷം പിന്നെ നമ്മൾ വേവിച്ച് വെച്ച ചോറൊക്കെ ഇട്ടെടുത്ത് പിന്നെ കളർ വെള്ളമൊക്കെ ഒഴിച്ചെടുത്ത് മുളകൊക്കെ ഇങ്ങനെ കുത്തി വെച്ച് അങ്ങനെ പിന്നെ നമ്മൾ കണലൊക്കെ ഇട്ട് എണ്ണ ഒഴിച്ച് അങ്ങനെ നമ്മളെ മന്തി റെഡിയായി. അങ്ങനെ പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് വേഗം പെരുന്നാൾ നിസ്കാരത്തിന് വേണ്ടി തറവാട്ടിലേക്ക് പോയി. അത് കഴിഞ്ഞ് വന്നിട്ട് പിന്നെ തിരുമ്മിയൊക്കെ തോരട്ട് അപ്പോഴൊക്കെ ഇട്ട മൈലാഞ്ചിയൊക്കെ പോയി തുടങ്ങിയിരിക്കണം. അങ്ങനെ പിന്നെ തോരടലൊക്കെ കഴിഞ്ഞ് ചായടി കഴിഞ്ഞതിന് ശേഷം പിന്നെ മാറ്റി ഒരുങ്ങി മുല്ലപ്പൂ വേകാൻ വേണ്ടി പോയി. മുല്ലപ്പൂവൊക്കെ വേകിയതിന് ശേഷം മൂത്തമ്മയുടെ പോയി, അതായത് എൻ്റെ മാപ്പിളിൻ്റെ മൂത്തമ്മയുടെ പോയി. അപ്പോൾ അവിടുന്ന് പുഡിങ്ങൊക്കെ കിട്ടി. തിരിച്ച് പോരുമ്പോൾ മാങ്ങൊക്കെ പൊട്ടിച്ച് പോന്നു. അങ്ങനെ പെരയിൽ വന്ന് ചോറൊക്കെ തിന്ന് മന്തിയാണ്. അങ്ങനെ മയോണൈസും ചിക്കനൊക്കെ കൂട്ടി അടിപൊളിയായിട്ട് ചോറൊക്കെ തിന്നു. പിന്നെ പോകാൻ ടൈമിലാണ് പുതിയ ഡ്രസ്സിൻ്റെ പാൻറ്റ് ഷേപ്പാക്കാനുണ്ടായിരുന്നു. അപ്പോൾ എത്ര ടൈം ഉണ്ടായാലും ആ ഒരു ടൈമിൽ ചെയ്യുമ്പോൾ ഒരു സുഖമാണല്ലോ. അപ്പോൾ പെട്ടെന്ന് പോണ തിരക്കിൽ വേഗം പാൻറ്റൊക്കെ ഷേപ്പാക്കി റൂം വൃത്തിയാക്കി ബെഡ്ഷീറ്റും ഇതൊക്കെ വിരിച്ചിട്ട് ജനാലൊക്കെ ഒന്ന് തുറന്നിട്ട് അങ്ങനെ പിന്നെ റൂമത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. റൂമൊക്കെ നല്ല വൃത്തിയാക്കിയിട്ട് പിന്നെ അമ്മേൻ്റെ കുട്ടികൾക്കും മുല്ലപ്പൂവൊക്കെ വീങ്ങിയിരുന്നു. അപ്പോൾ അതൊക്കെ കൈക്കെ പിടിച്ചിട്ട് അങ്ങനെ ഓല് എളിയമ്മാടെ പോയിരുന്നു. അപ്പോൾ ഞങ്ങൾ അതിന് ശേഷം പോയത്. അങ്ങനെ ഓൽക്കുള്ള മുല്ലപ്പൂയിട്ട് ഞാനും എളിയമ്മാടെ പോയി. അപ്പോൾ ഓലെ തറവാട്ട് ഇങ്ങനെ ഏർമാടുണ്ട്. അങ്ങനെ ഏർമാടത്ത് കയറി നോക്കി വെറുതെ. അതിന് പിന്നെ അമ്മേൻ്റെ കുട്ടികളവിടെ കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വെറുതെ വീഡിയോ ഒക്കെ എടുത്ത്. ഇവലെ പെര ഇങ്ങനെ വരുന്നത് ഒരു കായൽ മാതിരിയുള്ള സ്ഥലത്താണ്, അതായത് കൂട്ടായി ഭാഗമാണ്. അങ്ങനെ പിന്നെ അവിടെയൊക്കെ പോയി. എളിയമ്മാടെ പോയതിൻ്റെ ശേഷം അവിടെയൊക്കെ പോയി കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. പിന്നെ വെള്ളം കണ്ടാൽ പിന്നെ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എവിടെ പോയാലും വെള്ളത്തിൽ കണ്ടാൽ അങ്ങനെ ചാടി ഇറങ്ങും. അങ്ങനെ പിന്നെ കുറച്ച് നേരം അവിടെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് നിന്ന് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞു എനിക്കും ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തായിട്ട് പറഞ്ഞിട്ട് മാപ്പിളിൻ്റെ കൈക്ക് ഫോണൊക്കെ കൊടുത്തിട്ട് ഞാനും കയറിപ്പോയി. അങ്ങനെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനുള്ള തിരക്കിൽ ചാടി മണ്ടിത്തുള്ളി പോയതാണ്. ഞാൻ കുറച്ച് നേരം പിന്നെ അങ്ങനെ വെള്ളത്തിലൊക്കെ അങ്ങനെ കളിച്ചിരുന്നു. പിന്നെ ഞങ്ങൾ പോന്നു. നല്ല വെയിലുള്ള ടൈം 2 മണി 2:30 ആ ഒരു ടൈമൊക്കെ ആയി തുടങ്ങിയിരിക്കണം. അങ്ങനെ പിന്നെ അവിടുന്ന് പോന്നിട്ട് രണ്ടാമത്തെ എളിയമ്മാടെ പോയി. അങ്ങനെ ആ എളിയമ്മാടുന്ന് പോന്നിട്ട് പിന്നെ ഞങ്ങൾ ഉണ്ണിയാൽ ബീച്ചിൽ പോയി. അവിടെ പെരുന്നാളൊക്കെ ആയപ്പോൾ നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ഗാനമേള പരിപാടിയൊക്കെ ഉള്ള നല്ല ജനങ്ങളായിരുന്നു. അങ്ങനെ എന്നാലും ചെന്നപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. 4 മണി ആ ഒരു ടൈമൊക്കെ ആയപ്പോൾ അങ്ങനെ വലിയ തിരക്കില്ല, എന്നാലും തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ കുറച്ച് നേരം ചുറ്റിക്കറങ്ങി ഇങ്ങനെ കണ്ട് ചെക്കന്മാരുടെ ഡാൻസും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. ഈ ഉണ്ണിയാൽ ബീച്ച് പിന്നെ എത്ര കണ്ടാലും ബോധ്യമിടില്ല, കാരണം നല്ലൊരു
നല്ല വൃത്തിയുള്ളൊരു ബീച്ചാണ്. നല്ലൊരു അങ്ങനെ വലിയ ശല്യമൊന്നും ഉണ്ടാവില്ല. ഇതിപ്പോൾ പെരുന്നാളായതുകൊണ്ടാണ് ഇത്ര ആൾക്കാർ. അല്ലാത്ത ദിവസങ്ങളിലൊക്കെ നല്ല രസമാണ് അവിടെ പോകാൻ. അങ്ങനെ പിന്നെ കുറച്ച് ഉപ്പിലിട്ട സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഇങ്ങനെ ബീച്ചിലിങ്ങനെ കരയിൽ കയറി ഇരുന്നാൾക്ക് അങ്ങനെ തിന്നിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ പെരുന്നാൾ തല്ലൊക്കെ നടക്കുന്നുണ്ട്. ചെക്കന്മാർ വെറുതെ കാര്യമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓരോന്ന് പറഞ്ഞ് തല്ല്. അതൊക്കെ കണ്ടിരുന്നു. പിന്നെ വെള്ളത്തിലിറങ്ങാനാവില്ലാന്ന് കരുതി പോണതാവും. പക്ഷേ പോരുമ്പോഴൊക്കെ കുളിയൊക്കെ കഴിയും. കടലൊന്ന് കുത്തി മറിഞ്ഞിട്ടേ പോരുള്ളൂ. ഞാൻ എപ്പോൾ പോയാലും നനയില്ല വെച്ചിട്ട് കരയിൽ കയറി നിൽക്കും. പോരാൻ ടൈമൊക്കെ ഒന്ന് വെള്ളം തൊടണം എനിക്ക്. അതിനെ പിന്നെ വെള്ളത്തിലൊക്കെ കളി കഴിഞ്ഞിട്ട് അങ്ങനെ പോന്നു. അപ്പോഴൊക്കെ ഒരു 6 മണി ആ ഒരു ടൈമായിരുന്നു. അപ്പോൾ നല്ല തിരക്കായി. കാരണം അവിടെ ഇങ്ങനെ ഗാനമേളയും പരിപാടിയൊക്കെ ഉള്ള കാരണം നല്ല തിരക്കായി തുടങ്ങി. പിന്നെ ബ്ലോക്കിൽ പെട്ട് കുറേ ടൈം അവിടെ അങ്ങനെ പോയി. വണ്ടികളൊന്നും നീങ്ങല്ല. അങ്ങനെ തിരക്കായിട്ട്. കാരണം ഈ ഉണ്ണിയാൽ ബീച്ച്, പറവണ്ണ ബീച്ച്, കൂട്ടായി ബീച്ച് ഇതൊക്കെ ഏകദേശം അടുത്തടുത്താണ്. അപ്പോൾ പക്ഷേ ഈ 3 ബീച്ചിൽ നല്ല തിരക്കുണ്ടായി പെരുന്നാളൊക്കെ ആകുമ്പോൾ. അങ്ങനെ ആ ഒരു ദിവസം അങ്ങനെ കഴിഞ്ഞു. അങ്ങനെ പിന്നെ നല്ല ഇരുട്ടായി തുടങ്ങിയെന്ന്. പക്ഷെ ബ്ലോക്കിനൊരു കുറവുണ്ടായിരുന്നില്ല. ബ്ലോക്ക് കൂടുകയെന്നല്ലാതെ യാതൊരു കുറവുണ്ടായിരുന്നില്ല. കുറേ ടൈം പിന്നെ അങ്ങനെ ഉണ്ണിയാൽ ബീച്ചിൽ പോയി. പിന്നെ കുറച്ച് നേരമൊക്കെ ആ ഗാനമേളേൻ്റെ അവിടെയൊക്കെ പോയി നോക്കി നിന്ന്. അങ്ങനെ പെരുന്നാൾ ദിവസം അങ്ങനെ കഴിഞ്ഞു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാം.